ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ. പിന്നെ എക്സാമിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരക്കുകളെന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സാമും കാര്യവും പഠിത്തവും ഒക്കെ തന്നെയാണ്. പക്ഷേ ആ തിരക്കുകളൊക്കെ ഞാൻ കണ്ടില്ല എന്ന് അടിച്ചിട്ടാണ് ഇങ്ങനെ ഓരോരോ ടൈമിലും മുടങ്ങാതെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ പാഷൻ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഏത് റിസ്ക്കുള്ള സാഹചര്യവും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ് പോണത് കേട്ടോ. അപ്പം രാവിലെ എണീറ്റാൽ കുറച്ച് നേരത്തെ എണീറ്റാൽ വെറുതെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് സമയം കളയുന്ന ഒരു പരിപാടി ആർക്കെങ്കിലും ഉണ്ടോ? ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അങ്ങനെ കുറച്ച് സമയമൊക്കെ എണീറ്റ് ഇരുന്നു. ഞാൻ ഈ വീഡിയോ നമ്മുടെ നോമ്പിൻ്റെ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ അതാ ഞാൻ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും പെട്ടെന്ന് തീർക്കുകയാണ്. ഇന്ന് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇനിയിപ്പോൾ മക്കളുടെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. എത്ര പെട്ടെന്ന് ആ വെക്കേഷനും കാര്യങ്ങളൊക്കെ കടന്നു പോയതില്ലേ. പിന്നെ നമുക്ക് വെക്കേഷനും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഫുള്ളി വർക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു റൂട്ടീനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പുതുതായിട്ടൊരു വെക്കേഷൻ റൂട്ടീനോ അങ്ങനെയൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ ക്ലീനിങ് കുറച്ചധികം തീർക്കാനുണ്ടായിരുന്നു. ഞാൻ ഡെയിലി മുറ്റം ക്ലീൻ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. ആഴ്ചയിലൊരിക്കൽ അതിനൊരു ടൈമുണ്ട്. നല്ലോണം പിറന്ന് കാണുമ്പോൾ പഠിക്കലാണ് കേട്ടോ. ലൈഫിലെ പല സമയത്ത് ഉണ്ടാവുന്ന ബിസിയും അതുപോലെ നമ്മുടെ മടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് മാറ്റി വെച്ച പല കാര്യങ്ങളും ഞാനിപ്പോൾ ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ കേട്ടോ. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ അടുക്കള തോട്ടമെന്ന് പറയുന്നത്. കുറച്ച് കൃഷിയും അതുപോലെ ചെടികൾ പരിപാലനം ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മുറ്റം ക്ലീനിങ്ങിന് ശേഷം ഞാൻ വേഗം തന്നെ രാവിലെ എണീറ്റ മെഷീനിൽ വാഷ് ചെയ്യാനുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അയലിടാം കേട്ടോ. ഇത് ഉണങ്ങി കിട്ടിയാൽ തന്നെ നമ്മളുടെ പകുതി ജോലി തീർന്നു എന്ന് പറയാം. പിന്നെ നമുക്ക് ബാക്കി പകുതി ഇത് മടക്കി വെക്കണ പണിയാണ് കേട്ടോ. ഡ്രസ്സ് മടക്കി വെക്കണ എനിക്ക് അത്രയും ഇഷ്ടമല്ല കേട്ടോ. എന്നാൽ അതൊക്കെ ഒതുക്കി വെച്ചാൽ കാണാനും അത് എന്താ പറയുക, ആ ഒരു റൂമിൽ നമ്മൾ ഇരിക്കുമ്പം കിട്ടുന്ന ആ ഒരു ഫീലും അതൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അപ്പം ചില കാര്യങ്ങൾ ഏതൊരാൾക്കാണെന്നുണ്ടെങ്കിലും എത്ര പട്ടാള ചിട്ടയിൽ ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ചില സ്വന്തമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മടികൾ ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ തുണികൾ മടക്കി വെക്കുക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ തിരുത്തിൻ്റെ ശേഷം ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ്. മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ദിവസമാണെന്നുണ്ടെങ്കിൽ, അതായത് തുടക്കേണ്ട ദിവസമാണെന്നുണ്ടെങ്കിൽ തുടച്ചിടും. ഇപ്പം മോൾക്ക് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ട്. അവർക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മദ്രസ വേണമെന്നുണ്ടെങ്കിൽ പോവാം. അവളെ പറഞ്ഞു വിടലുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മറന്നു പോയതോ അല്ലെങ്കിൽ പഠിക്കാൻ ബാക്കിയുള്ളതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവർ ഈ ഒരു ടൈമിൽ പഠിച്ചോളുമല്ലോ. പിന്നെ സ്കൂളൊന്നുമില്ല, വീട്ടിൽ ഫുൾ ടൈം വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിടാറുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ടൈല് നമ്മൾ വീട്ടിലിട്ടാൽ പെട്ടെന്ന് വൃത്തികേടാകും. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും കാണാൻ നല്ല വൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇത് ഗ്രാനൈറ്റ് അല്ല കേട്ടോ. കുറേ മുമ്പ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ടൈൽസ് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും എനിക്കിതിന് പറയാനില്ല. നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞാൽ ക്ലീനായി കിടക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങളും മറ്റുമൊക്കെ സിങ്കിൽ പെറുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കുകയാണ്. പാത്രങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ ആ പാത്രം കഴുകണ ആ ഒരു ടൈം നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപോലെയുള്ള കുറേ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒന്നോ രണ്ടോ എടുത്ത് വെക്കുക. പിന്നെ മാക്സിമം നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ തന്നെ അപ്പോൾ ഒഴിവാക്കിയിട്ട് അത് അപ്പം ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈസി ആവും കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ലൈഫിൽ നമ്മൾ സക്സസ് ആവാനും അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് സമയത്ത് ചെയ്യാനും നമ്മുടെ ലൈഫ് ഗോൾസ് നേടാനും ഒക്കെ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ട് കുറച്ചൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യാൻ പോണത് അത് ആരടുത്തും പേഴ്സണലി ഷെയർ ചെയ്യാൻ പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ശരിയായതിൻ്റെ ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. അതുകൂടാതെ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലുള്ള പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക.
നമ്മളുടെ മനസ്സിന് ഓക്കെ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഷുവറായിട്ടും ആരൊക്കെ എതിർത്താലും അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക കേട്ടോ. ഇന്ന് സച്ചൂട്ടൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളായല്ലോ അവനെ കാണിക്കാത്തത്. പിന്നെ യൂട്യൂബിൻ്റെ ഒരു പോളിസി അനുസരിച്ചിട്ട് നമ്മൾ കുട്ടികളധികം കാണിക്കാതിരിക്കണതാണ് നല്ലത്. അവരുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം അവർ യൂട്യൂബിന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ചാനലിന് ദോഷമായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ സച്ചുവിൻ്റെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓനെ കുളിപ്പിക്കലും മാറ്റലും എല്ലാം തീർന്നിട്ടുണ്ട്. നമ്മുടെ റൂം ക്ലീനിങ്ങും കഴിഞ്ഞു. പിന്നെ ഞാനത് ഇപ്പോൾ അടുത്തായിട്ട് തലയിലുള്ള താരനും മറ്റുള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഹസ്ബൻഡാണ് ഇപ്പോൾ കൊണ്ടാക്കി തരല് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ബാഗ് മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയാണ്. 300 സംതിങ് ഉള്ളൂ കേട്ടോ. ഞാൻ വാങ്ങിയതല്ല, അനിയത്തി വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടവർക്ക് അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം ഞാൻ നഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ പഴയ പല റൊട്ടീൻസും ഇപ്പോൾ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഈ ഒരു ചെടി വളർത്തുക എന്നുള്ളത്. അതിങ്ങനെ നമ്മൾ നട്ടും നനച്ചൊക്കെ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ പുതിയ വെയിൻസും അതുപോലെ ഓരോ ലീഫും ഒക്കെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് കേട്ടോ. ഒരുപാട് ടെൻഷൻ ഫ്രീ ആവാനൊക്കെ നമുക്ക് നല്ലതാണ്. ഒരു കറിവേപ്പിൻ്റെ തൈ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് കേട്ടോ. വാങ്ങിച്ച പ്ലാന്റ്സൊക്കെ ഞാനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു മണി പ്ലാന്റ് കുറേ ആയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കും വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ചെടിയാണിത്. ഇതിൻ്റെ പേരൊന്നും തൽക്കാലം ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കുറച്ച് മണി പ്ലാന്റും പിന്നെ അതേപോലെ ഇതാ പീസ് ലില്ലിൻ്റെ ഈ ഒരു പോട്ടും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതിന് മണി പ്ലാന്റിന് 50 രൂപയാണ് വരുന്നത് കേട്ടോ. 2 ഷൂട്ട്സേ അതിലുള്ളൂ. ഇനി അത് വളർത്തി വലുതാക്കിയിട്ട് എടുക്കണം. പിന്നെ അതേപോലെ പീസ് ലില്ലി നമ്മൾ അകത്ത് വെക്കാൻ സമാധാനം, അതേപോലെ ഫ്രഷ് എയറൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാം നമ്മുടെ വിശ്വാസം പോലെ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അകത്ത് വെക്കുമ്പം നമ്മുടെ മൈൻഡ് കുറേ ഫ്രീ ആവും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് സമാധാനം തരിക എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ ഈ മണി പ്ലാന്റും അതുപോലെ പീസ് ലില്ലിയൊക്കെ അകത്ത് വെച്ചാൽ ഗുണങ്ങളുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ പറയുമല്ലോ മണി പ്ലാന്റ് വെച്ചാൽ പണം വരും എന്നുള്ളത്. എൻ്റെ കേസിൽ കുറേയൊക്കെ നമ്മൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങൾ പോലെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകല് കേട്ടോ. അപ്പോൾ മണി പ്ലാന്റ് പോസിറ്റീവ് ലൈഫ് ഉണ്ടാക്കലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ മണി പ്ലാന്റ് മാത്രമല്ല എല്ലാ പ്ലാന്റ്സും നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് പാലവിടെ തിളപ്പിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ മറന്നു പോയതുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തൈരാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടതാ തൈരൊക്കെ സെറ്റാക്കാം കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തൈര് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ കുറച്ച് തൈര് അവിടെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു കറിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടാനില്ലാത്ത സമയത്തോ ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് 8-9 മിനിറ്റ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വോയിസ് കൊടുത്താൽ അതങ്ങോട്ട് തീർന്ന് കിട്ടൂല കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ വീഡിയോസ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ അധികം നല്ല കമൻസും റെസ്പോൺസും ഒക്കെ വീഡിയോക്ക് പേഴ്സണലി എന്നെ വിളിച്ച് പറയണവരൊക്കെ ഉണ്ട് കേട്ടോ. അത് എപ്പോഴും ഉള്ളതാണ്. നമ്മുടെ കമൻസിലധികം ഒന്നും കാണാറില്ല. അപ്പോൾ പറ്റുന്ന അഭിപ്രായങ്ങൾ കമൻസിൽ തന്നെ പറയാം. പിന്നെ രാത്രി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ പാത്തുമ്മ കുട്ടിയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് വലുത് ഞാൻ വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി സ്റ്റൈലൻ ഡ്രസ്സായിരുന്നു കേട്ടോ. ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാ ഞങ്ങളതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. നിർദ്ദേശങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പുതിയ ചേഞ്ചുകൾ വരുത്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്